ഗൈസ്, അപ്പോൾ നമ്മളിപ്പം കശ്മീരിലെ പല സ്ഥലങ്ങളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് -2 ആണ് ടെമ്പറേച്ചർ. -2 എനിക്ക് ഇന്ന് -2 ആണ്. രാത്രി ഭയങ്കര തണുപ്പായിരുന്നു, പക്ഷെ സ്നോഫോൾ ഇല്ല ഇവിടെ. സ്നോഫോൾ ഇതുവരെ ഇല്ല. 20-ാം തീയതി കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് ഇവിടുത്തെ ആൾക്കാർ. ചെറിയ ലോസൊക്കെ കണ്ടാൽ ഇവിടെയൊക്കെ ഫുൾ സ്നോ ആയിട്ട് നിറയാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഇപ്പോൾ സ്നോ ഇല്ല. അപ്പോൾ നമ്മൾ പേഴ്സണൽ വണ്ടി തയ്യാറാക്കി നമുക്ക് കറങ്ങാൻ പോകുമ്പോൾ ആ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഡ്രൈവർ. ഹായ്, for YouTube video. So everything is ready. നമ്മളെ മിന്നു മോൾ റെഡിയാണ്, നമ്മളെ സാനു റെഡി ആയിരിക്കുന്നു. എല്ലാവരും വന്നിട്ട് റെഡി ഉണ്ട്. അർജു റെഡി ആയിട്ടുണ്ട്. നമ്മളെ വണ്ടിയൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് നിമിഷവും ഇനി പോകാൻ വേണ്ടി സെറ്റായിരിക്കുന്നത് ഗൈസ്. ഓരോരാളെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രാവലറൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. എല്ലാവരും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് 1 ഡേ മൊത്തം കറക്കാണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് സോൻമാർഗിലേക്കാണ്. ഇപ്പം 100 കിലോമീറ്റർ ആണ് ഇവർ പറയുന്ന റൈഡ് ഉള്ളതെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള എല്ലാ വ്യൂ നിങ്ങൾ നമ്മൾ കാണിച്ചിരിക്കുകയാണ്. റെഡി ആയിരിക്കുകയാണ് ഗൈസ്. കമോൺ ഗൈസ്, വാ, സമയമായിരിക്കുന്നു, വാ. നമ്മളെ ട്രാവലർ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഓക്കെ, സോൺമർഗിലേക്കാണ്. ഫുൾ മഞ്ഞിൽ കളിക്കാൻ പോകുന്നത്. നമ്മൾ ഒരാൾ വന്നോണ്ടിരിക്കുകയാണ്. അടുത്ത ഗൈസ് ഇവൻ കളിക്കുന്നു. എല്ലാരും വാ, സമയ എല്ലാരും നമ്മളിന്ന് ഫോട്ടോ എടുക്കണ്ടല്ലേ? ഓക്കെ ഓക്കെ, വാ വാ വാ. സെറ്റല്ലേ? അതിലത് നമ്മൾ അങ്ങനെ എവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്? സോൻമാർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഡാൽ ലേക്ക്. കാണുന്നുണ്ടോ? ഭയങ്കര ഫോഗാണ് ഇവിടെ, ഭയങ്കര ഫോഗാണ് ഇന്ന്. ഭയങ്കര -1 ഡിഗ്രി 2 ഡിഗ്രിയാണ് നിന്ന് ഇവിടെ നമ്മൾക്ക് പുറത്ത് ടെമ്പറേച്ചർ ഉള്ള സൈഡിൽ കാണുന്നതാണ് മുഗൾ ഗാർഡൻ. ഇവിടെ ഇപ്പൊ ഭയങ്കര ഫോഗാണ്. ഇത് വിന്റർ സീസൺ ആയതുകൊണ്ട് ഇതില് മരത്തിലൊന്നും മറ്റേ എന്താ പറയാ ഈ പച്ചപ്പും കാര്യങ്ങളൊന്നും ഇല്ല, പൂക്കളൊന്നും ഇല്ല. ഒരു ഡ്രൈ ടൈപ്പ് ഒരു ഗാർഡനാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പൊ കശ്മീർ ആയതുകൊണ്ട് ഇഷ്ടംപോലെ CRPF, അതായത് വേറെ സോൾജേഴ്സ്, പിന്നെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. ഫുൾ ടൈം പ്രൊട്ടക്ഷൻ ആണ്, ഫുൾ ഗണ്ണൊക്കെ ആയിട്ട് ഫുൾ ടൈം ഉണ്ടാവും ഇവിടെ. അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയാ കൂറക്കളി കളിക്കാൻ പാടില്ല. നമ്മളെ ട്രിപ്പിന് നല്ല ഓണായിട്ട് വന്ന അശ്വൻ മനോഹറാണ് നിങ്ങൾ കാണുന്നത്. വീഡിയോ സൂപ്പറായിട്ട് എടുക്കേണ്ടവൻ കിടന്നുറങ്ങുന്നു. ഷാ ഇപ്പൊ ഉണർന്നിരിക്കുകയാണ്.
ഗൈസ് നമ്മളെ പോളി ഡ്രൈവർ പോലീസ് 4 പ്രാവശ്യം പിടിച്ചു, 4 പ്രാവശ്യം ഫൈൻ അടിച്ചു. ഫുൾ ഫൈനോട് ഫൈൻ അടി. ഗൈസ് ഇപ്പൊ നമ്മള് ചായ കുടിക്കാൻ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്, ടീ ബ്രേക്ക്. ടീ ബ്രേക്കിന് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? മാഗി. മിനിമൊക്കെ എന്താ മേടിക്കാനല്ലോ ടീ ബ്രേക്കിന്? 1 മാഗി പിന്നെ മിനിമോള് മൊത്തം മിനിമോള് വാങ്ങിച്ചത്. നിനക്കെന്താ പറയാനുണ്ടോ? ബ്രേക്ക് ടൈം ചായ കിട്ടിയിട്ടില്ല, ഭയങ്കര മുഷ്കിലാണ്. ഇതിന് മുഷ്കിലാണ്. എടാ ചായക്ക് എന്ന് പറയാനുണ്ടോ? ചായക്ക് ബ്രേക്കിന് ടീ ബ്രേക്കിനെ പറ്റി എന്താ പറയാനുള്ളത്? ടീ ബ്രേക്കിനെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല. കാറ്റ് നിറച്ച ലേസ് ഫുൾ എയർ ലേസ് ആണ്. അപ്പുറത്തും തിന്നു നോക്കുന്നുണ്ട്. ഇതാണ് ഫുൾ ഹൈഡ്രജൻ ലേസ്. ഇത് പൊട്ടിയാവണം മരിക്കും. ഇത് പൊട്ടിയാവണം. ഗ്യാസ് വയറ്റിലാണ്. ഇത് ഫുൾ വണ്ടിയിൽ നിന്ന് പൊട്ടിക്കാനുള്ള പ്ലാൻ ഒന്നുകിൽ ലേസ് 10 ലേസ് പോലും ഉണ്ടാവില്ല. പക്ഷെ വളരെ 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 ഗ്യാസ് ഉണ്ട്. ഇതേപോലെ ഗ്യാസിൽ ഒരാളെ ഉള്ളൂ നമ്മുടെ കൂട്ടത്തിൽ. ഒന്ന് ലെഫ്റ്റ് തിരിച്ച് നമുക്ക് എത്തിക്കാം. അതല്ല ഗ്യാസിൽ ആകെ വ്യക്തിക രാത്രി പക്ഷെ ആ ഗ്യാസ് വേണം. സോ ഗൈസ് നമ്മൾ ഇപ്പം നമ്മൾ ടീ ബ്രേക്ക് ആണ്. ഇപ്പം നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ മാഗിയും നമ്മുടെ കോഫിയും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ് നമ്മളിപ്പോൾ സോനാമാർഗ് പോയിന്റ് എത്തിയിട്ടുണ്ട്. മുകളിൽ കാണുന്ന ഹില്ല് മൊത്തം നമ്മൾ കയറണം. എല്ലാം റെഡിയാണ്. ഗൈസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കലാന്നേ. സോൻമാർഗിൽ നിന്ന് നമ്മള് ഇവര് ഗ്ലേഷ്യർ പോയിന്റിലേക്ക് ഇവര് 18,000-20,000 പറയും, 8 കിലോമീറ്റർ പറയും. പക്ഷെ ഒന്നുമില്ല, ജസ്റ്റ് 1-2 കിലോമീറ്റർ നടക്കേണ്ട ദൂരമേ ഉള്ളൂ. ആരും പറ്റിക്കപ്പെടാൻ പാടില്ല. ഓക്കെ, ജസ്റ്റ് നടക്കേണ്ട ദൂരമുള്ളൂ. തണുപ്പ് അത്രയില്ല. ഇപ്പോൾ ഭയങ്കരമായിട്ട് ഐസ് വീഴുന്ന സമയമാണ്. ബട്ട് ഇവിടെ നമ്മൾ വന്ന ടൈമിൽ ഇപ്പോൾ ഐസ് ഇല്ല. ഈ ടൈമിൽ ഈ ഇയറിൽ ഐസ് കുറവാണ്. അതെ, പാവം കുതിരകളും കഴുതകളും ഇതാ കഷ്ടപ്പെട്ട് നടത്തിക്കില്ല. നമ്മൾ ആനിമൽ ക്രൂരിറ്റി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അവര് ഓവർ പ്രൈസ് പോകും. അതേപോലെ തന്നെ അവര് പറയും അല്ല ഇതേമാതിരി റോട്ടിൽ മിട്ടേ കുതിര കൊണ്ട് നടത്തിക്കുന്നവര് അതിന്റെ ഫുഡും കൊടുക്കുന്നില്ല. ഗവൺമെന്റ് ഇതെല്ലാം ബാൻ ചെയ്യണം. കാരണം അവര് ഭക്ഷണം ഒന്നും കൊടുക്കുന്നില്ല. അതിനാ ഭയങ്കര മെലിഞ്ഞ് ഉണങ്ങിക്കുന്ന ടൈപ്പാണ് നമ്മുടെ കുതിരകൾ ഇവിടെ ഉള്ളത്. നമുക്ക് നടക്കാൻ കാലുകളിലെടുത്തോളം കാലം നടക്കുക ഗൈസ്. 7 കിലോമീറ്റർ കിണ്ടി പറഞ്ഞ് 25,000 രൂപ പറഞ്ഞ സാധനം കിണ്ടി 5,000 രൂപ. പക്ഷെ എന്നിട്ട് നമ്മൾ വാങ്ങിച്ചില്ല. കാരണം എന്താ? 2 റെഡ് ബുൾ അടിച്ചിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ച് എനർജി ആക്കി കയറുക. കാരണം ഇവിടെയൊക്കെ കഷ്ടപ്പെട്ട് ഈ റോഡിലിട്ട് നമ്മൾ പാവം കുതിരകൾ നടക്കേണ്ടത്. ഇവിടെയൊക്കെ കുതിര അപ്പിയുണ്ട് ഇഷ്ടം പോലെ. സോ നടക്കുമ്പോൾ സൂക്ഷിക്കുക എല്ലാവരും. സോനാമാർഗിൽ ഇനിയും കാണാനുണ്ട്. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് പാർട്ട് 2ലാണ് കേട്ടോ അതിടുന്നത്. കശ്മീരിൻ്റെ ഭംഗി എന്താണെന്ന് അറിയാനും പിന്നെ നമ്മുടെ കുറച്ച് കോമഡിയൊക്കെ കാണാൻ വേണ്ടി പാർട്ട് 2 കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.